പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആവർത്തനത്തിൽ മടുത്തുപോകുന്ന ഈ കൊലപാതക ചർച്ചകളിൽ എന്തു പറയണം? ആവർത്തന ചോദ്യങ്ങളല്ലാതെ പുതിയതായി എന്ത് ചോദിക്കണമെന്ന് സത്യമായും അറിയില്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ മനുഷ്യച്ചോരയുടെ ചൂരുനാറി ഇന്നലത്തെ ആ മുടിഞ്ഞ രാത്രിയിൽ ആ വാർത്ത ആദ്യം കേരളത്തെ അറിയിക്കുന്നത് 24 ആണ്. യുവാവ് സഹോദരനെ കൊലപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടേഴ്സ് ബ്രേക്കിംഗ് ഗ്രൂപ്പിലേക്ക് ഷഫീദ് റാവുത്തർ ഇടുന്ന ആദ്യ വാർത്ത. അമ്മയും അച്ഛനെയും പോലും കഴുത്തറക്കാൻ കൈവറക്കാത്ത തലച്ചോറിൽ കോശങ്ങൾക്ക് പകരം ക്രോധം മയക്കുമരുന്നിൽ നിറച്ച അന്തക മക്കളെ നിത്യേനെന്നോണം കാണുന്ന മരവിപ്പിൽ ആ വാർത്ത കണ്ടപ്പോൾ ഞെട്ടലുണ്ടായില്ല, സത്യമാണ്. പക്ഷേ ചോരയും മാംസവും ചിതറിച്ച ആ വാർത്താവികാസത്തിൽ നമ്മൾ കാണുകയാണ് 6 മണിക്കൂറിൽ 24 കിലോമീറ്റർ ചുറ്റളവിൽ 3 വീടുകളിലായി 5 മനുഷ്യരെ അടിച്ചടിച്ച് കൊന്നൊടുക്കിയ ഒരു ഫ്രീ ഫയർ ഗെയിം കണക്കെ ഒരുത്തന്റെ പൈശാചിക പാതകയാത്ര. അല്ലെങ്കിൽ തന്നെ അർബുദ പടർച്ചയിൽ റേഡിയേഷൻ ചികിത്സയിൽ ആകെ ദുർബലപ്പെട്ട അമ്മയെ ഷാളിൽ കറക്കി താഴെ തറയിലടിച്ച് തുടങ്ങിയതാണ് ആ കൊലവറി. കൊലച്ചോറ് പോലെ വാങ്ങിയ കുഴിമന്തിക്ക് പിന്നെ ചിരിക്കാൻ മാത്രം അറിയുന്ന ഒരു തുടുത്ത കവിൾ 13-കാരൻ കൂടപ്പിറപ്പ്, ഇഷ്ടപ്പെട്ട് കൂടെ കൂടിയ ഒരു പാവം പെൺകുട്ടി, വല്യച്ഛൻ, വയോധിക. ഒരു പകൽപ്പാതി അത്രയും അവൻ കൊന്നൊടുക്കിയത് കൂടത്തിന് നെടുന്നെറ്റിക്കടിച്ചാണ്. ആ ചിതറിയ തലയോട്ടികൾ പറയുന്നുണ്ട് ബ്രൂട്ടാലിറ്റിയുടെ പരമാവധി. ഇഷ്ടഭക്ഷണം പാഴ്സലായി വാങ്ങി കൊതിയോടെ വീട്ടിലെത്തി അത് കഴിക്കും മുന്നേ അനിയന്റെ നേർക്ക് എങ്ങനെ നിന്റെ കൈ പൊങ്ങിയടാ മുടിഞ്ഞവനെ എന്നൊക്കെ ചോദ്യങ്ങൾ തൊണ്ടയിൽ തടയുന്നെങ്കിലും നെഞ്ചിലൊരു ഞെട്ടലല്ല, നിസ്സംഗമാണ്, മരവിച്ചിരിപ്പാണ് മനസാക്ഷി. അശനിവാദം പിടിച്ച ഈ പുതിയ വർഷം 24 പൂർത്തിയാക്കി 25 പുലർന്നെ ആ പാതിരാവിൽ തുടങ്ങി 2 മാസം കഷ്ടിച്ച് പൂർത്തിയാകുമ്പോൾ കണ്ട അരുംകൊലകൾ, മലവെള്ളം പോലെ കുത്തിപ്പാഞ്ഞ മനുഷ്യരക്തത്തിന്റെ കണക്കെടുത്താൽ തലച്ചോറ് പെരുക്കുന്ന പെരുക്കപ്പെട്ടുകയാണ്. മക്കളെന്ന പേരിൽ പെറ്റവയറിന്റെ കൊലവള്ളി അറക്കുന്ന അസുരവിത്തുകൾ, പിഞ്ചുകുഞ്ഞിനേട് താഴത്തിലെറിയുന്ന രക്തബന്ധുക്കൾ, കൂട്ടുകാരന്റെ മുഖം കക്കൂസിൽ മുക്കി കൊലക്കി കൊടുക്കുന്ന സഹപാഠികൾ, പുക്കിളിൽ കോമ്പസിട്ട് കുത്തിക്കറക്കുന്ന കോളേജ് വിദ്യാർത്ഥികൾ. കണ്ടു മടുത്തു, ഇനി വയ്യ. നമ്പർ 1 കേരളം എന്ന വ്യാജത്തിൽ കൈമലർത്തി പിത്തം പിടിച്ചിരിക്കാതെ ഇനിയെങ്കിലും ഇച്ഛാശക്തി കാണിക്കണം സർക്കാർ. ആ സർക്കാരും സംഘടനകളും ക്ഷേത്ര മഹല്ല് പള്ളിക്കമ്മിറ്റികളും മനുഷ്യത്വം ചോരാത്ത മനുഷ്യരും ചേർന്ന് ഈ മുടിഞ്ഞ കാലത്തോട് അവസാനത്തെ യുദ്ധം പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ കാത്തിരിക്കണം. കേരളം സൈക്കോകൾ മരണം നൃത്തമാടുന്ന നാശകാലം, ചാവുദിനങ്ങൾ. 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ ലഹരിയിൽ ലക്കുകെട്ട് കുറച്ചുകൂടി മൂത്താൽ അമ്മയ്ക്ക് നേരെ, പിന്നെയും മൂത്താൽ കത്തിയെടുക്കുന്ന പരമ്പര ചെറുക്കാവതല്ലെങ്കിൽ പുറത്തിറങ്ങാൻ ഭയകാലമെങ്കിൽ നമ്മൾ ഈ പറയുന്ന വളർച്ചാ സൂചിക, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കെട്ടിപ്പൊക്കുന്ന വികസനത്തിന്റെ സപ്രപഞ്ചക്കെട്ടിൽ ആർക്കു വേണ്ടിയാണ് സാറേ?